അള്ളാഹുവിന്റെ ഖുർആനിൽ ഈ ജൂത സമൂഹം എന്ന് പറയുന്നത് നമുക്കറിയാം, ബനു ഇസ്രയേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ പരമ്പരയ്ക്കാണ്. യാക്കൂബ് നബിയുടെ വാപ്പ ആരാണ്? ഇസ്ഹാഖ് നബിയാണ്. ഇസ്ഹാഖ് നബിയുടെ വാപ്പ ആരാണ്? ഇബ്രാഹിം നബിയാണ്. പക്ഷെ ഈ ബനു ഇസ്രയേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജൂതന്മാര് എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനിൽ തന്നെ അത് പറഞ്ഞു യഹൂദി എന്ന്. ആ ജൂത വിഭാഗം ഉടലെടുക്കുന്നത് മൂസാ നബിയുടെ കാലം മുതലാണ്. ബനു ഇസ്രയേൽ എന്ന് പറയുന്നത് മൂസാ നബിയുടെ കാലം മുതലാണ്. നസാറ എന്ന് പറയുന്ന ക്രൈസ്തവ വിഭാഗം ഉടലെടുക്കുന്നത് ഈസാ നബിയുടെ കാലം മുതലാണ്. പക്ഷെ ഈസാ നബിയുടെ അനുയായികളായ ക്രിസ്ത്യാനികളും മൂസാ പ്രവാചകന്റെ അനുയായികളായ ജൂതന്മാരും അവര് പറയുന്നത് ഞങ്ങൾ ഏതൊരു ആദർശത്തിലാണോ ആ ആദർശത്തിലായിരുന്നു ഇബ്രാഹിം നബി എന്നാണ്. ഇബ്രാഹിം നബിയെ പറ്റി ഖുർആൻ പറഞ്ഞത് മാകാന ഇബ്രാഹിം യഹൂദിയും വലാ നസ്റാനിയ. അല്ലാഹ് പറഞ്ഞു ഇബ്രാഹിം നബി യഹൂദിയല്ല, നസ്റാനിയുമല്ല, ജൂതനുമല്ല, ക്രിസ്ത്യാനിയുമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, അദ്ദേഹം ഒറിജിനൽ മുസ്ലിം ആയിരുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. അപ്പൊ ജൂതന്മാര്, ക്രിസ്ത്യാനികൾ അവരുടെ പിതാക്കന്മാരായ ഇബ്രാഹിം നബിയും മകൻ ഇസ്ഹാഖ് നബിയും അദ്ദേഹത്തിന്റെ മകൻ യാക്കൂബ് നബിയും അദ്ദേഹത്തിന്റെ പരമ്പരകളുമൊക്കെ ഞങ്ങളുടെ ആശയത്തിലും ആദർശത്തിലുമായിരുന്നു എന്ന് ജൂതന്മാരും നസാറാക്കളും വാദിക്കുമ്പോ ഒന്ന് ചരിത്രപരമായിട്ടൊന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇബ്രാഹിം നബിയുടെ ജനനം. ഇബ്രാഹിം നബിയുടെ ജനനത്തിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജൂതന്മാരുണ്ടായത്. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈസാ നബി അലൈഹിസ്സലാം പ്രതിനിധാനം ചെയ്യുന്ന നസ്വാറാക്കൾ അഥവാ ക്രിസ്ത്യാനികൾ ഉണ്ടായത്. ഇവര് പറയുന്നു അവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു എന്ന്. അള്ളാഹുവിന്റെ ഖുർആൻ അവിടെയാണ് ഏറ്റവും വലിയ അക്രമിയെ പരിചയപ്പെടുത്തിയത്. സൂറത്തുൽ ബഖറ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. 140-ാമത്തെ ആയത്താണ് അള്ളാഹു പറയുന്നത്. ഈ വിഷയം അവതരിപ്പിച്ച് ഈ വിഷയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ടാണ് അള്ളാഹു പറയുന്നത് വമൻ അളലമു മിമ്മൻ കതമ ശഹാദതൻ ഇൻദഹു മിനല്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅലമൂൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വളരെ വ്യക്തമായി പറയുന്നു, വമൻ അളലം, ഏറ്റവും വലിയ അക്രമി ആരാണ്? ആരെക്കാൾ? മിമ്മൻ കതമ ശഹാദതൻ ഇൻദഹു മിനല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അവർ ഒരു വിഷയത്തിൽ സാക്ഷി നിന്നു. അല്ലാഹുവിന്റെ അടുക്കൽ ഇവർ ഒരു വിഷയത്തിൽ സാക്ഷി നിന്നു. ആര്? ലോകത്തുള്ള എല്ലാ മനുഷ്യ വിഭാഗവും അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി നിന്നു. ആ സാക്ഷി നിന്നതിന് ശേഷം അതിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കിയവരെക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? ഞാനിത് പറയുന്നത് കേവലം ജൂതന്മാരോ ക്രിസ്ത്യാനികളോ മാത്രമല്ല, ഈ ഷഹാദത്തിൽ വ്യത്യാസം വരുത്തിയത് നമ്മളും വരുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എങ്കിലേ നമ്മുടെ സമുദായവുമായിട്ട് ഈ വിഷയം കണക്ട് ആവും. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രവാചകനായി അവസാന ദൂതനായി വരുന്നു എന്ന് വളരെ വ്യക്തമായി ഈ പറയപ്പെട്ട ജൂതന്മാരുടെ വേദപുസ്തകമാകുന്ന തോറ എന്ന തൗറാത്തിനകത്തുണ്ട്. തൗറാത്തിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു പ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകന്റെ വിശേഷണങ്ങൾ ഇങ്ങനെയാണ്. ആ വിശേഷണങ്ങൾ മൂസാ നബി തന്റെ ജനതയ്ക്ക് ഓതിക്കൊടുക്കുമ്പോ, ചിന്തിക്കണം, തൗറാത്തിൽ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെയും ആ പ്രവാചകരുടെ അനുയായികളായ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമുദായത്തിന്റെ വിശേഷണങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ മൂസാ നബി ആഗ്രഹിച്ചു അത്ര മൂസാ നബി ആഗ്രഹിച്ചു, പടച്ചോനെ എനിക്കൊരു പ്രവാചകനൊന്നും ആകണ്ടായിരുന്നു, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ ഒരു ലോക്കൽ മുസ്ലിം ആയിരുന്നെങ്കിൽ, നമ്മളെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എന്ന് മൂസാ നബി കൊതിച്ചു പോകാനുള്ള കാരണം ഈ സമുദായത്തിന്റെ പ്രത്യേകതയും മൂസാ പ്രവാചകൻ വായിച്ചു കൊടുത്ത തൗറാത്തിലുള്ള മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മൗലിദുമായിരുന്നു, വിശേഷണവുമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോഴാണ് മൂസാ നബിക്ക് പോലും പൂതി ഉണ്ടായത്, ഞാൻ സാധാരണ ഒരു മുഹമ്മദ് നബിയുടെ അനുയായി ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തയുണ്ടായത് അപ്പോഴാണ്. അപ്പൊ ഈ നിലയ്ക്ക് ഒരു പ്രവാചകൻ വരുന്നു എന്ന് തൗറാത്തിലൂടെ അവരെ അറിയിച്ചിട്ട് മുഹമ്മദ് നബിയെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. ആര്?
ജൂതന്മാർ. ഈ ഇഞ്ചീലിലൂടെ പ്രവാചകരുടെ വിശേഷണം പറഞ്ഞു. ഈസാ നബിയുടെ ജനനത്തെ പറ്റിയിട്ടും ഈസാ നബിയുടെ നിയോഗത്തെ പറ്റിയും സൂറത്ത് സൊഫിൽ പറയുന്നത് മുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം ഒരു അഹ്മദ് എന്ന പ്രവാചകൻ നിങ്ങൾക്ക് വരുന്നു എന്ന സുവിശേഷം അറിയിക്കാനാണ് ഞാൻ വന്നത്. എനിക്ക് രണ്ട് ഡ്യൂട്ടിയാണ്. ഒന്ന്, എനിക്ക് മുമ്പ് വന്ന മോസസ് പ്രവാചകൻ സത്യസന്ധനാണ് എന്ന് പറയുക. മറ്റൊന്ന്, എനിക്ക് ശേഷം ഒരു അഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വരും എന്ന സുവിശേഷം. ഇത് രണ്ടും അറിയിക്കലായിരുന്നു ഈസാ നബിയുടെ ആ നിയോഗത്തിന്റെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ജൂതന്മാർ എങ്ങനെയാണോ കടന്നു വന്നത്, മൂസാ നബി എന്താണോ പ്രബോധനം നടത്തിയത്, ആ പ്രബോധനം സത്യമാണ് എന്ന് സമുദായത്തെ പഠിപ്പിക്കുന്ന ഡ്യൂട്ടിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇനി ഇതെല്ലാം മാറ്റിത്തിരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാന കാലത്ത് ഒരു ദൂതൻ നിങ്ങൾക്ക് വരാനുണ്ട്, ഇസ്മുഹു അഹമ്മദ്, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നാണ്. അവിടെ നിന്നാണ് ഖാദിയാനിസം ഉണ്ടാവുന്നത്. ഈ വിശുദ്ധ ഖുർആനിന്റെ ഇസ്മുഹു അഹമ്മദ് എന്ന് പറയുന്ന അഹമ്മദ് എന്ന പ്രവാചകൻ വരുന്നു എന്ന് പറയുമ്പോ ആ അഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായ മുഹമ്മദ് അല്ല, അത് അഹമ്മദ് എന്ന് പറയുന്ന ഖാദിയാനികളുടെ നേതാവാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് ഖാദിയാനിസം ഉണ്ടായത്. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ഖാദിയാനികൾക്ക് പള്ളിയുണ്ട്. ഖാദിയാനികളുടെ പള്ളി ധാരാളമായി കാണാൻ കഴിയും. ആ ഖാദിയാനികൾ അംഗീകരിക്കുന്നത് അള്ളാഹു ഏകനാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ നമ്മുടെ രോമാഞ്ചമായ, നമ്മുടെ വികാരമായ, നമ്മുടെ നായകനല്ല അവസാന പ്രവാചകൻ അഹമ്മദ് ബിലാം മുർസ എന്നാണ് ഖാദിയാനി എന്ന് പറയുന്ന ഗുലാം മിർസ എന്ന് പറയുന്നവരാണ് ഏറ്റവും അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് ഖാദിയാനിസം ലോകത്ത് പ്രചരിപ്പിച്ചു. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ആ ഒരു വരവിനെ തൗറാത്തിലും ഇഞ്ചീലിലും വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ട് ജൂതനസാറാക്കൽ അത് അംഗീകരിക്കുന്നില്ല, മുഹമ്മദ് നബി അംഗീകരിക്കുന്നില്ല. മുഹമ്മദ് നബി അംഗീകരിക്കുന്ന ജൂതന്മാർ എന്താ ചെയ്യുക? ജൂതായിസം മടക്കി വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്തിൽ പങ്കാളിയാകും. യഥാർത്ഥ ജൂതന്മാർ എന്താ ചെയ്യുക? മൂസാ നബിയുടെ അനുയായികളായ ജൂതന്മാർ ചെയ്യുന്നത്, ഞാൻ നിങ്ങളിലേക്ക് ഒരു ദൂതനെ അയച്ചു, ആ ദൂതൻ നിങ്ങൾക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രവാചകൻ നിങ്ങൾക്ക് വന്നാൽ, അല്ലാഹു തആല മുഴുവൻ അമ്പിയാക്കളെയും വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ആദം നബി മുതൽ ഈസാ പ്രവാചകന്മാര് വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഹബീബ് നിങ്ങളുടെ അടുക്കൽ വന്നാൽ മക്കയിൽ ഭൂജാതരായ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായ നമുക്ക് വലിയ മതിപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രവൃത്തി ദോഷം കൊണ്ട് നാം ഉമ്മത്ത് മുഹമ്മദിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ന് പ്രവർത്തനങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ട്, എന്നാൽ നമ്മുടെ ജീവന്റെ ജീവനായി കാണേണ്ട നമ്മുടെ നായകൻ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകൻ വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ തൗറാത്തും അടക്കണം, നിങ്ങളുടെ ഇഞ്ചീലും അടക്കണം, നിങ്ങളുടെ സബൂറും അടക്കണം. ഇതെല്ലാം മടക്കി വെച്ചിട്ട്, ഏടുകളെല്ലാം മടക്കി വെച്ചിട്ട് പിന്നെ നിങ്ങൾ അംഗീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടത് ഖുർആനെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല മുഴുവൻ പ്രവാചകന്മാരിൽ നിന്ന് വാക്ക് വാങ്ങുകയും ിൽ നിന്ന് ഈ ഷഹാദത്ത് വാങ്ങുകയും ചെയ്തിട്ടാണ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ മക്കയിൽ 6-ാം നൂറ്റാണ്ടിൽ ഉദയം ചെയ്തത്. അങ്ങനെ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിൽ വന്നപ്പോ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ജൂതന്മാരാണ് സഹോദരങ്ങളെ ഇന്ന് ഇസ്രയേലിലുള്ളത്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളാണ് ഇന്ന് അമേരിക്കയിലുള്ള ബഹുഭൂരിപക്ഷവും. അല്ലാത്തവർ അൽഹംദുലില്ലാഹ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. എത്ര ജൂതന്മാർ വരിക, എത്ര ക്രിസ്ത്യാനികളാണ് ഇസ്ലാമിലേക്ക് വരുന്നത്? കാരണം അവര് തൗറാത്ത് പഠിച്ചവരാണ്. തൗറാത്ത് കൃത്യമായി പഠിക്കുന്നവർ അവർ ഈ കാലഘട്ടത്തിൽ പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു മൂസാ നബിയുല്ലാ റസൂലുള്ളാ എന്നല്ല. അവര് പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറയും. കാരണം എന്തുകൊണ്ട്? അവരുടെ നേതാവ് മൂസാ നബിയിൽ നിന്ന് പോലും അല്ലാഹു വാക്ക് വാങ്ങി, ഷഹാദത്ത് വാങ്ങി, എന്റെ ദൂതൻ നിങ്ങൾക്ക് വരുമ്പോ നിങ്ങളുടെ പെട്ടിയും പണവും മടക്കി വെച്ചിട്ട് മുഹമ്മദ് നബിയെ പിൻപറ്റണം. ഈസാ നബി വരുമല്ലോ, ഡമാസ്കസിലെ വെള്ളമിനാരത്തിന്റെ മുകളിൽ
ഖിയാമത്തിന്റെ അടയാളമായി ഇറങ്ങി വരുന്ന ഈസാ പ്രവാചകൻ ഇൻജീൽ നിവർത്തി വെച്ചിട്ടല്ല ഈ ലോകത്ത് പ്രബോധനം നടത്തുക. ഇൻജീലല്ല പിന്നെ ഈസാ നബിയുടെ മാനദണ്ഡം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വന്നു കഴിഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ജീവിക്കുന്നത് ശരീഅത്ത് മുഹമ്മദ് ഖുർആൻ അനുസരിച്ചാണ്. കാരണം എന്തുകൊണ്ട്? അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു, നബിതങ്ങൾ വന്നാൽ അവരുടെ ഡ്യൂട്ടി അവസാനിച്ചു. ആ ഒരു ഷഹാദത്ത് കളഞ്ഞു കുളിച്ചവരാണ് ജൂതനസാറാക്കൾ. അവര് പറയുന്നു ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാ. അതെങ്ങനെ? ഇബ്രാഹിം നബിയുടെ കാലത്തിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉടലെടുത്ത ജൂതന്മാര് പറയാണ് വാപ്പാക്ക് മുമ്പുള്ള വാപ്പമാര് ഞങ്ങളെ പോലെയായിരുന്നു എന്ന് പറയുന്നു. എന്തൊരു വിരോധാഭാസമാണ്! അവിടെയാണ് ജൂതായിസത്തിന്റെയും നസ്രാനിസത്തിന്റെയും അല്പത്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ വിഷയം അതല്ല. ഏറ്റവും വലിയ അക്രമി ആരാണ്? അല്ലാഹുവിൽ നിന്ന്, പടച്ച തമ്പുരാനിൽ നിന്ന് ഒരു സാക്ഷി ഷഹാദത്ത് നടപ്പിലാക്കിയതിനു ശേഷം ആ ഷഹാദത്തിനെ മറച്ചു വെച്ചവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത്? ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത്? അത് ഒരു ഷഹാദത്ത് മാത്രമല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊരു ഷഹാദത്തിനെ പറ്റിയാണ്. ഏതാ ഷഹാദത്ത് എന്നറിയോ? വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ പറയുന്നുണ്ട്, ഒരു ഷഹാദത്ത് അല്ലാഹു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വാങ്ങി. എന്താ ഷഹാദത്ത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പറയുന്നുണ്ട്, അല്ലാഹു തആല ആദം നബിയെ സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യനാണ്. ആദം നബിയെ പടച്ചതിനു ശേഷം ആദം നബിയുടെ മുതുകിലൊന്ന് അല്ലാഹു തടകി. ഈ തടകുന്നതോടുകൂടി ലോകം അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്റെയും റൂഹുകൾ പുറത്തു വന്നു. റൂഹുകളാണ്, ശരീരം വന്നില്ല. എല്ലാ ആളുകളുടെ റൂഹും പുറത്തു വന്നു. ഹിറ്റ്ലറുടെ വന്നു, മുസോളിനിയുടെ വന്നു, നമ്രൂദിന്റെ വന്നു, ഫിർഔന്റെ വന്നു, ഖാറൂന്റെ വന്നു, ഹാമാന്റെ വന്നു. ലോകത്തുള്ള അടക്കി ഭരിച്ച അലക്സാണ്ടർ ചക്രവർത്തി അടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ അക്രമികളുടെയും എല്ലാ മനുഷ്യരുടെയും റൂഹുകൾ അല്ലാഹു പുറത്തേക്ക് എടുത്തു. എന്നിട്ടെന്താ ചെയ്തെന്നറിയോ? അല്ലാഹു അവരോട് ചോദിച്ചു, ആത്മാക്കളുടെ ലോകം 5 ലോകമുണ്ട്. നമ്മൾ 3ാമത്തെ ലോകത്തിലാണ്. ഇത് തിരിച്ചറിയാൻ നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അവസരം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ 3ാമത്തെ ലോകത്തിലാണ്. ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടായിരുന്നു. ആ ലോകത്തിൽ നമ്മുടെ ഒക്കെ റൂഹുകളെല്ലാം ഒരുമിച്ച് കൂടി. നിങ്ങൾക്കറിയോ, ആ റൂഹുകൾ പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വന്നാൽ പരസ്പരം പരിചയപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെ ആരൊക്കെ തമ്മിൽ മിണ്ടും, ആരൊക്കെ തമ്മിൽ ദുനിയാവിൽ സംസാരിക്കും, ആരൊക്കെ തമ്മിൽ പരിചയപ്പെടും. ആ പരിചയപ്പെടൽ ഇവിടെ തുടങ്ങുന്നതല്ല, ആലമുൽ അർവാഹിൽ വെച്ച് ആ റൂഹുകൾ തമ്മിൽ, ഏതൊക്കെ റൂഹുകൾ തമ്മിൽ ഒരു ചെറിയ ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ, അവർ തമ്മിൽ ഒരു അടുപ്പുണ്ടായിട്ടുണ്ടോ, ആ റൂഹുകൾ അവരുടെ ശരീരത്തിലേറി ദുനിയാവിലെത്തുമ്പോ പരസ്പരം മിണ്ടും പരിചയപ്പെടുമെന്ന് ആരംഭപൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ പരിചയപ്പെടാത്ത റൂഹുകൾ ഭൂമിയിൽ വന്നാൽ കാണില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും അമേരിക്കയിലെ ഏതെങ്കിലും എല്ലാ മനുഷ്യരെയും കണ്ടു എന്ന് പറയാൻ കഴിയില്ല. എന്തിന്? ഈ കാസർഗോഡ് ജില്ലയിലെ എല്ലാ മനുഷ്യരെയും നിങ്ങൾ കണ്ടു എന്ന് പറയാൻ കഴിയില്ല. ഇല്ല, ഒരിക്കലും നിങ്ങൾക്കും എനിക്കും കഴിയില്ല. പക്ഷെ നമ്മളെ കണ്ടവരെക്കാൾ എത്രയോ കോടാനകോടി ജനങ്ങളെ കാണാതിരിക്കുന്നുണ്ട്. ആ കാണാത്തവരെ ഒന്നും ആലമുൽ അർവാഹിൽ വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. ഇനി കണ്ടെങ്കിലോ ആലമുൽ അർവാഹിൽ വെച്ച് നമ്മൾ മിണ്ടുകയോ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ കണ്ണടയും മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിരിക്കും, സംസാരിച്ചിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു അലി തങ്ങളോട് ചോദിച്ചു, അലിയെ, എനിക്ക് ചില ആളുകളോട് ഭയങ്കര ദേഷ്യമാണ്, ചില ആളോട് എനിക്ക് വല്ലാത്തൊരു വെറുപ്പാണ്, എന്നാൽ അവർ എന്നെ യാതൊരു നിലയിലും ഉപദ്രവിച്ചിട്ടുണ്ടാവൂല. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ വാക്ക് കേട്ടിട്ട് അലി തങ്ങൾ ചിരിക്കാൻ. ഉമർ തങ്ങൾ പറഞ്ഞു, എന്നാൽ ചില ആളുകളോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹമാണ്, എന്നാൽ അവര് എന്നെ പിറകെ നടന്ന് ഉപദ്രവിച്ചിട്ടുമുണ്ട്, എനിക്ക് അവരോട് സ്നേഹമാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വെറുപ്പാണ്, അവര് നമുക്കൊരു ഉപദ്രവം ചെയ്തിട്ടുണ്ടാവൂല. എന്നാൽ ചിലരോട് വലിയ സ്നേഹമാണ്, അവര് നമുക്ക് ഒരുപാട് ഉപദ്രവം ചെയ്തിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് അലിയെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഉമർ തങ്ങളെ, അത്
ഈ ആലമുൽ അർവാഹിൽ വെച്ച് നിങ്ങൾ തമ്മിലുണ്ടായ ഏതെങ്കിലും ഒരു പ്രശ്നമാണ്. ആലമുൽ അർവാഹിൽ വെച്ച് നിങ്ങൾ തമ്മിലുണ്ടായ ഏതെങ്കിലും പ്രശ്നമാണ്. നമ്മൾ പറയും ഭാര്യയോട്, നീ ഏത് സമയത്താണ് നിന്നെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വന്നത്? തലയിലായി പോയല്ലോ. ശരിയാണ്. അത് എങ്ങനെയൊക്കെ ഏതൊക്കെ നിലയില് ഏതെല്ലാം അളവ് പോലെ വെച്ച് പരിശോധിച്ചാലും ആലമുൽ അർവാഹിൽ വെച്ച് നിന്റെ ഭാര്യയായി എഴുതപ്പെട്ടവളാണെങ്കിൽ വളരെ കൃത്യമാണ് നിന്റെ ജീവിതത്തിൽ അവൾ കടന്നു വന്നിരിക്കും. അതിനാണ് തലവര എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ അതുവഴി പോയി അങ്ങനെ കയറി കണ്ടപ്പോ നിന്നെ കെട്ടിപ്പോയി അല്ല, അതുവഴി നിന്നെ നടത്തിച്ചു കൊണ്ടുപോയത് പടച്ചോനാണ്. കാരണം ആലമുൽ അർവാഹിൽ വെച്ച് അവളുടെയും നിന്റെയും റൂഹും തമ്മിൽ ചേർന്നിട്ടുണ്ട്. അതിന്റെ പേരിലാണ്. അതാണ് ആലമുൽ അർവാഹ് എന്ന് പറയുന്നത്. ആ ലോകത്ത് വെച്ച് അല്ലാഹു തആല ആദം നബിയുടെ മുതുകിൽ തടകിയിട്ട് ആദം നബിയുടെ മുതുകിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും റൂഹുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ അല്ലാഹ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണോ? അന്ന് മോദിജിയും പറഞ്ഞു അതെ, അന്ന് ഫിർഔനും പറഞ്ഞു അതെ, അന്ന് ഹാമാനും അതെ, അന്ന് ലോകത്തുള്ള എല്ലാ ആളുകളും പറഞ്ഞു. എല്ലാ മനുഷ്യരും, മുസ്ലിമീങ്ങളും സുന്നികളും മുജാഹിദും ജമാഅത്തും തബ്ലീഗും കാഫിറും മുശ്രിക്കും മുനാഫിക്കും മുബ്തദിയും ഒക്കെ പറഞ്ഞു, പടച്ചവനെ നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്. ആ സമയത്ത് പടച്ച തമ്പുരാൻ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ നാളെ പരലോകത്ത് വരും. അവസാനത്തെ ലോകമുണ്ട്. ആ ലോകത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാറ്റി പറയും. എനിക്കറിയാം നിങ്ങളെ ഷഹാദത്തിൽ കളവ് കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ രേഖാമൂലം എഴുതിത്ത, എനിക്ക് എഴുതിത്ത, നിങ്ങൾ ഞാൻ റബ്ബാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു എന്ന് രേഖാമൂലം നിങ്ങൾ എനിക്ക് എഴുതിത്തരാൻ അള്ളാഹു മുഴുവൻ ആത്മാക്കളോടും പറഞ്ഞു. അന്ന് എവിടാ ബുക്ക്, എവിടാ പെൻസില്, എവിടാ പേപ്പർ, എവിടാ പെന്ന്, ഇതൊന്നും ചോദിക്കരുത്. ഇതൊക്കെ വിശ്വസിക്കേണ്ടവനാണ് മുഅ്മിൻ. എല്ലാത്തിനും പ്രാമാണികമായ പിൻബലം നമുക്കുണ്ട് താനും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചപ്പോ ആദം നബിയുടെ മക്കളായി പിറക്കുന്ന സകല മനുഷ്യരുടെയും ആത്മാക്കൾ ബല, പടച്ചവനെ സമ്മതിച്ചു എന്ന് പറഞ്ഞു. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين. സൂറത്തുൽ അഅറാഫ് 172-ാമത്തെ ആയത്താണ്. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ സ്പഷ്ടമായി പറയുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് ഞാൻ പറഞ്ഞ സംഭവം ഉള്ളത്. ആദം നബിയുടെ മുതുകിലമ്മ തടകിയപ്പോ ലോകത്ത് വരാനിരിക്കുന്ന വന്ന എല്ലാ ആത്മാക്കളും പുറത്തേക്ക് ഇറങ്ങി. അവരോട് അല്ലാഹ് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ബലാ, പടച്ചവനെ തന്നെയാണ്, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, നീ തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷകർ, വേറെ ഒരു സംരക്ഷകനും ഞങ്ങൾക്കില്ല. 33 കോടി ദൈവങ്ങളെ പൂജിക്കുന്നവനും കല്ല് തൊട്ട് കാഞ്ഞിരക്കുറ്റി വരെ മുള്ളു തൊട്ട് മൂർഖം പാമ്പ് വരെ ആരാധിക്കുന്നവനും അള്ളാഹുവിന്റെ മുന്നിൽ ആലമുൽ അർവാഹിൽ വെച്ച് പറഞ്ഞു, ത്രിമൂർത്തികളെ ആരാധിക്കുന്നവർ, ത്രിയേകത്വം ലോകത്ത് പ്രചരിപ്പിച്ചവർ, ഇവരെല്ലാം അള്ളാഹുവിനോട് പറഞ്ഞത്, ബലാ പടച്ചവനെ നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങൾക്ക് വേറെ റബ്ബൊന്നുമില്ല. അല്ലാഹ് പറഞ്ഞു, പോരാ, നിങ്ങൾ ഷഹാദത്ത് തരണം, എനിക്ക് സാക്ഷ്യം നിൽക്കണം. നിങ്ങൾ എങ്ങനാ ഞങ്ങൾ ചെയ്യേണ്ടത്? അല്ലാഹു പറഞ്ഞു, എനിക്ക് നിങ്ങൾ എനിക്ക് എഴുതി തരണം. അന്ന് നമ്മൾ ഓരോരുത്തരും ഈ സർവാധിനാഥനും സർവഗുണ സമ്പൂർണനും സർവജ്ഞനും സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾ എഴുതി കൊടുത്തു പടച്ചവന്. ആ എഴുതി കൊടുത്ത രേഖ, ആ ചിപ്പ്, അത് എവിടെയാ ഉള്ളതെന്നറിയോ? ആ എഴുതി കൊടുത്ത മുഴുവൻ രേഖകളും ഇന്നിപ്പോ ഒരാളുടെ ഒരു സിം കാർഡിലോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പുതിയ നൂതന സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിയും. അതിനകത്ത് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ബയോഡാറ്റ ഉണ്ടാവും, അയാളുടെ കോണ്ടാക്ട് നമ്പർ, അയാളുടെ പിന്നെ മറ്റുള്ള എല്ലാ വിശേഷണങ്ങളും കൃത്യമായി നമുക്ക് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഒരു ആധാർ നമ്പർ മാത്രം മതി. ഇവൻ എത്ര വാഹനങ്ങളുണ്ട്, ഇവൻ എത്ര മൊബൈൽ സെൽഫോണുകളുണ്ട്, ഇവൻ എത്ര സിം കാർഡുകളുണ്ട്, ഇവൻ എത്ര സെന്റ് പുരയിടമുണ്ട്, ഇവൻ എത്ര വീടുണ്ട്, ഇവൻ എത്ര റേഷൻ കാർഡ് ഉണ്ട്, ഇവൻ എത്ര കെട്ടിയോളുമാരുണ്ട് എന്ന് കൃത്യമായി അറിയാൻ ആധാർ കാർഡിന്റെ നമ്പർ മാത്രം മതി ഇന്ത്യയിൽ. ആലോചിച്ച് നോക്കിയേ,
ആ ഒരു കാലഘട്ടത്തില് ഇതൊന്നും നമുക്ക് വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അന്ന് നമ്മൾ എഴുതി കൊടുത്തു നീ ഞങ്ങളുടെ റബ്ബാണെന്ന്. ആ എഴുതി കൊടുത്തതിനെ അല്ലാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഇന്നും സൗദി അറേബ്യയിലുണ്ട്. അല്ലാഹു അക്ബർ. ഇന്ന് സൗദി അറേബ്യയിൽ അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ സൗദി അറേബ്യയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതിന്റെ മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന ബയോഡാറ്റ അടങ്ങുന്ന ആ സംഗതി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സൗദി അറേബ്യയിൽ ഇരിക്കുന്ന ആ സാധനം ആദ്യമായി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യയിലായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്ത്യൻ മുസൽമാന്റെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം. അതാണ് ഇന്ത്യൻ മുസൽമാന്റെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം. അതാണ് ഇന്ത്യയിലെ ഹജറുൽ അസ്വദ് ഇറക്കുന്നത്. ആ ഹജറുൽ അസ്വദിനകത്താണ് അല്ലാഹു തആല ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചായക്കടയിൽ സംസാരിക്കണ്ട, എന്നെ വിളിക്കാം, എന്റെ റൂമിൽ വരാം. വ്യക്തമായ രേഖ ഞാൻ ഉള്ളത് കൊണ്ടാ പറയുന്നത്. പരിശുദ്ധമായ ഹജറുൽ അസ്വദിനകത്ത് അല്ലാഹു പറഞ്ഞു നിന്റെ വായ തുറക്ക്. ഹജറുൽ അസ്വദ് വായ തുറന്നു. ഈ രേഖകൾ എന്റെ മുഹദ്ദിസ് സാഹിബിന്റെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും അല്ല, ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിലുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും ിന്റെയും താബിഈങ്ങളുടെയും കാഫിരീങ്ങളുടെയും മുനാഫിഖീങ്ങളുടെയും മനുഷ്യനായി പിറന്ന സർവ്വജനങ്ങളുടെയും അല്ലാഹു ഏകനാണ്, അവനാണ് സംരക്ഷകൻ എന്ന് സമ്മതിക്കുന്ന സമ്മതപത്ര ഹജറിന്റെ വാക്യകത്ത് അല്ലാഹു സൂക്ഷിക്കുക മാത്രമല്ല, എന്നിട്ട് വായ അടച്ചു വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഈ ഹജറുൽ അസ്വദിന് ഒരു നാവും രണ്ട് ചുണ്ടും രണ്ട് കണ്ണും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. നാളെ പരലോകത്ത് ഈ ഹജറുൽ അസ്വദ് സാക്ഷി നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ നമ്മൾ ഹജറുൽ അസ്വദിന്റെ മുന്നിലെത്തുമ്പോ എന്ത് ദുആയാ പറയുന്നത്? ചിന്തിക്കണം. ഹജറുൽ അസ്വദിന്റെ മുമ്പിലെത്തുമ്പോ നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ഈമാനം ബിക്. പടച്ചവനെ, ഇത് കല്ലാണ്. രസകരമായ മറ്റൊരു കാര്യമുണ്ട്, വിശദീകരണങ്ങൾക്ക് സമയമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്ന സമയം, ബഹുദൈവ വിശ്വാസിയായിരുന്ന സമയം, കല്ലുകളുടെ മുമ്പിൽ കഥനക്കഥകൾ പറഞ്ഞ സമയം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൗഹീദിന്റെ പരിശുദ്ധമായ വെള്ളി വെളിച്ചം ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് അരിച്ചിറങ്ങിയപ്പോ അദ്ദേഹം തൗഹീദിന്റെ വക്താവും അതിന്റെ അംബാസഡറുമായി മാറിയപ്പോ ഹജറുൽ അസ്വദിനെ മുത്താൻ വേണ്ടി വന്ന് ഹജറുൽ അസ്വദിന്റെ നേരെ ചുണ്ടും മൂക്കും കൊണ്ട് വെച്ചിട്ട് പെട്ടെന്ന് തലവലിച്ചു. ഹജറുൽ അസ്വദിന്റെ അടുത്ത് വന്നിട്ട് തലവലിച്ചു. എന്നിട്ട് ഹജറുൽ അസ്വദിനെ മുത്തുന്നതിന് മുമ്പ് ഒരു പ്രസംഗം അങ്ങോട്ട് നടത്തി. തൗഹീദിന്റെ പ്രഭാഷകൻ അങ്ങനെയാണ്. തൗഹീദിന്റെ പ്രഭാഷകൻ അങ്ങനെയാണ്. ഹജറുൽ അസ്വദിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഹജറുൽ അസ്വദിന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നി അഅലമു അന്നകി ഹജറുൻ ലാ തദുറു വലാ ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ഇല്ലാത്ത വെറും ഒരു കല്ലാണ് എന്ന് എനിക്കറിയാം. വലൗലാ റഅയ്തു അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുകബ്ബിലുകി മാ ഖബ്ബൽതുകി അബദാ. എന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് നിന്നെ മുത്തുന്നത് കണ്ടതുകൊണ്ടാ ഞാൻ നിന്നെ മുത്താൻ പോകുന്നത്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കില്ലായിരുന്നു. എന്റെ റസൂൽ നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ നിന്നെ മുത്തുകയാണ്. നീ ഒരു ഉപകാരവും ചെയ്യില്ല, ഒരു ഉപദ്രവവും ചെയ്യില്ല. കോളറിൽ തൂക്കി അങ്ങെടുത്തു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്താ ഉമർ നീ പറഞ്ഞത്? ആരെ പറ്റിയായി പറയുന്നത്? ഹജറുൽ അസ്വദ് ഉപകാരമില്ലെന്നാണോ? ഹജറുൽ അസ്വദ് ഉപദ്രവമില്ലെന്നാണോ? ഈ ഹജറുൽ അസ്വദിനകത്തല്ലേ മുഴുവൻ മനുഷ്യന്റെയും അല്ലാഹു ഏകനാണെന്ന സമ്മതപത്രം അല്ലാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? നാളെ പരലോകത്ത് സാക്ഷി നിൽക്കൂലേ? നാളെ പരലോകത്ത് ഒരാളുടെ വിജയ പരാജയങ്ങളെ നിർണയിക്കുന്നതിൽ ഏറ്റവും പ്രമുഖമായ പങ്ക് ഈ ഹജറുൽ അസ്വദ് വഹിക്കൂലേ? അതുകൊണ്ട് പിന്നെ ഉപകാര ഉപദ്രവം ചെയ്യാത്ത കേവലം ഒരു കല്യാണം എങ്ങനെ പറയാൻ തോന്നി ഉമറെ എന്ന് ചോദിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു അവിടെ ശക്തമായി ഉമർ തങ്ങളെ താക്കീത് കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ കേട്ടു നിന്നു. അതാ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ റൂഹ് പടച്ചവൻ ഏകനാണെന്ന് സമ്മതിച്ച ആ സമ്മതപത്രം ഹജറുൽ അസ്വദിനകത്തുണ്ട്. ആ ഹജറുൽ അസ്വദ് നാളെ പരലോകത്ത് സാക്ഷി നിൽക്കും. അല്ലാഹുവേ, എന്നെ ചുംബിച്ചു, എന്നെ തൊട്ടുമുട്ടി, എന്നെ ദൂരെ നിന്ന് കമ്പിൽ എന്നെ സ്പർശിച്ചിട്ട് ആ കമ്പിന്റെ അഗ്രഭാഗത്ത് മുത്തി. അതിന് കഴിയാതെ വന്ന് തിരക്ക് കൂടിയപ്പോ അങ്ങ് ദൂരേക്ക് മാറി നിന്ന് അത് എന്നിലേക്ക് കൈ ചൂണ്ടിയിട്ട് ആ കൈവെള്ളയിൽ മുറ്റിയവനാണ് ഇവനെ രക്ഷപ്പെടുത്തണമെന്ന് പറയുമെന്നല്ലേ ഈമാനം ബിക് വതസ്ദീഖൻ ബികിതാബിക് വവഫാഅൻ ബിഅഹദിക് വത്തിബാഅൻ ലിസുന്നത്തി റസൂലിക എന്ന്
പറഞ്ഞില്ലേ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്ന് മത്താഫിൽ തവാഫ് ചെയ്യുന്നത്? എന്താ അതിന്റെ അർത്ഥം? പടച്ചോനെ നിന്നോട് ചെയ്ത കരാറിന്റെ പൂർത്തീകരണമാണ്. നീ ഏകനാണെന്ന് പറഞ്ഞപ്പോൾ നീ ഏകനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ഞാനിതാ നിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സാക്ഷ്യപത്രം ഒന്നാലോചിച്ച് നോക്ക്. അല്ല ഏകനാണെന്നും അവനാണ് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും വിശ്വസിച്ച് റബ്ബിന് സാക്ഷ്യപ്പെടുന്ന ഞാനും നിങ്ങളും ഇന്ന് ആ കള്ളസാക്ഷികളായി മാറിയില്ലേ? അപ്പൊ നമ്മളെ കലാക്രമി വേറെ ആരാ ഉള്ളത്? എന്തിനാ ജൂതന്മാരെ മാത്രം പറയുക? എന്തിനാ നസാറാക്കളെ മാത്രം പറയുന്നത്? അല്ലാഹുവേ നീ ഞങ്ങളുടെ റബ്ബാണ്, നീ അല്ലാതെ വേറൊരു റബ്ബും ഖാലിഖും റാസിഖും മാലിക്കും ഇല്ല എന്ന് പടച്ചവന്റെ മുമ്പിൽ ആലമുൽ അർവാഹിൽ വെച്ച് പറഞ്ഞു. അതിനുശേഷമാണ് ആലമുൽ അർഹാം എന്ന രണ്ടാമത്തെ ലോകമായ ഉമ്മയുടെ ഗർഭാശയത്തിലെത്തിയത്. അവിടെ നിന്ന് മൂന്നാമത്തെ ലോകമാകുന്ന ആലമുൽ അജ്സാം എന്ന ദുനിയാവിലെത്തി. ഇനി ആലമുൽ ബർസഖ് എന്ന ഖബറിലേക്ക് പോകണം. അതുവഴി നേരെ ആലമുൽ ആഖിറ എന്ന അഞ്ചാമത്തെ ലോകത്തിലേക്ക് പോകണം. ആ അഞ്ചാമത്തെ ലോകത്തിൽ ചെല്ലുമ്പോ വിജയിക്കണമെങ്കിൽ മൂന്നാമത്തെ ലോകം നമ്മൾ വളരെ കൃത്യമായി ഷഹാദത്തിൽ കളവ് ചേർക്കാൻ പാടില്ല, കള്ളത്തരം കാണിക്കാൻ പാടില്ല. ഏത് ഷഹാദത്ത്? ഒന്നാം ലോകത്തിൽ വെച്ച് നമ്മൾ അള്ളാഹുവിന് കൊടുത്ത ആ സാക്ഷ്യ പത്രത്തിൽ മൂന്നാം ലോകത്തിൽ വെച്ച് കളവ് കാണിക്കാതിരുന്നാൽ അഞ്ചാം ലോകത്തെല്ലുമ്പോ നമുക്ക് വിജയിക്കാൻ കഴിയും. ഇന്ന് നമ്മൾ അതിൽ വളരെ ഗുരുതരമായ മാറ്റമുണ്ടാക്കി. നേരം വെളുക്കുന്നവൻ മുഅ്മിൻ, വൈകുന്നേരമാകുമ്പോ കാഫിർ. പ്രഭാതം പൊട്ടിവിടരുമ്പോ സത്യവിശ്വാസി, പ്രദോഷത്തിലോ സത്യനിഷേധി. രാവിലെ അവൻ കാഫിർ, വൈകുന്നേരം അവൻ മുഅ്മിന്. അതാണ് മനുഷ്യന്റെ ആ ഒരു അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അല്ലാഹുവിനോട് ചെയ്തൊരു ഷഹാദത്തുണ്ട്. ആ ഷഹാദത്ത് മറച്ചു വെച്ചിരിക്കാൻ. അല്ലാഹുവേ നീ തന്നെയാ ഞങ്ങളുടെ റബ്ബ്. നമ്മൾ പറയുന്നു അല്ല, കോടികളാണ് നമ്മുടെ റബ്ബ്. പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അല്ലടോ, അല്ല ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ ചില ആളുകൾ അധികാരമാണ് റബ്ബ്. പടച്ചോനെ അധികാരമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എങ്ങനെ ജീവിക്കും അധികാരമില്ലെങ്കിൽ? അല്ല ഉണ്ടല്ലോ, ആ ഒരു ചിന്തയില്ല. ചില ആളുകൾക്ക് ആരോഗ്യമാണ് റബ്ബ്. അവർ പറയും ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും? എന്തിന്? അല്ല ഉണ്ടല്ലോ, അല്ലാഹു ഉണ്ടല്ലോ. ഇതിൽ നമ്മൾ വഞ്ചന കാണിച്ചാൽ അല്ല ചോദിക്കുന്നു, നിന്നക്കൽ അക്രമി ആരുണ്ടടാ? നീ അള്ളാഹുവിനോട് ചെയ്ത ഷഹാദത്തിനെ മറച്ചു വെച്ചില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിനോട് ചെയ്ത ഷഹാദത്തിനെ മറച്ചു വെച്ചില്ലേ? അല്ലാഹു തആല ഇതൊക്കെ എഴുതി കൃത്യമായി നമ്മളിൽ നിന്ന് വാങ്ങിയിട്ട് അള്ളാഹു ഒരു കാര്യം കൂടി അവിടെ പാസ്സാക്കി. എന്താണെന്നറിയോ? അല്ലാഹു തആല കൂടിയ മുഴുവൻ ആത്മാക്കളോടും പറഞ്ഞു, എനിക്കൊരു സുജൂദ് ചെയ്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. എവിടെ വെച്ചാ? പള്ളിയിൽ വെച്ചല്ല, ഉമ്മാടെ ഉദരത്തിനകത്ത് വെച്ചല്ല, ആലമുൽ അർവാഹ് എന്ന ഒന്നാം ലോകത്തിൽ വെച്ച് അല്ലാഹു പറഞ്ഞു, എനിക്കൊരു സുജൂദ് ചെയ്തിട്ട് പൊയ്ക്കോളാൻ. ആളുകൾ മുഴുവൻ ആത്മാക്കളും നിൽക്കുന്നതിനിടയിൽ പകുതി ആളുകൾ സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്ത ആളുകൾ ഉണ്ടല്ലോ, തല ഉയർത്തിയപ്പോൾ സുജൂദ് ചെയ്യാത്ത പകുതി ആളുകളെ കാണുകയാണ്. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം. ആ 100% 50% ആളുകൾ സുജൂദ് ചെയ്തു. അങ്ങനെ വെച്ചോ കണക്ക്. 100 പേരാണെന്ന് വെച്ചോ, 50 പേര് സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്ത് തല ഉയർത്തി നോക്കിയപ്പോ സുജൂദ് ചെയ്യാത്ത 50 പേരെ കണ്ടപ്പോൾ ഈ സുജൂദ് ചെയ്തതിൽ 25 ആളുകൾ പറഞ്ഞു, അല്ലാഹുവേ എത്ര നന്ദി രേഖപ്പെടുത്തിയാലും മതി വരില്ല. നീ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ആ നിമിഷ സുജൂദ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ, നന്ദിയായിട്ടിരിക്കട്ടെ. ഒരു സുജൂദ് കൂടി അങ്ങോട്ട് കാഴ്ചവെച്ചു. അവരെ സംബന്ധിച്ച് പറയുന്നു, അവർ ജീവനോ മുഅ്മിനായി ജീവിക്കുന്നു, മുഅ്മിനായി ജനിക്കുന്നു. യൂലദു മുഅ്മിന വയമൂതു മുഅ്മിന. ജനിക്കുന്നത് മുഅ്മിനായി മരിക്കും. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ജനിച്ചത് എന്തായാലും മുഅ്മിനായിട്ടാണ്. അല്ലാഹു മരിക്കുന്നത് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. പിന്നെ 25 പേരിലെ പകുതി അവര് ചിന്തിക്കുകയാണ്, പടച്ചോനെ മണ്ടത്തരായി പോയല്ലോ. സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉടനെ അങ്ങ് വീഴണ്ടായിരുന്നു, ചെയ്യാതിരിക്കുന്ന പകുതി പേരില്ലേ അവരെ പോലെ ആയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഒരു സുജൂദ് ചെയ്തു. ചെയ്യാൻ പറഞ്ഞപ്പോ സുജൂദ് ചെയ്തു. തല ഉയർത്തിയിട്ട് ചെയ്തതിൽ ഖേദമുണ്ടായി. അവർ മോമിനായി ജനിക്കും, പക്ഷേ കാഫിറായിട്ട് മരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയി, നമ്മുടെ കാര്യം നഷ്ടമാണ്. സുജൂദ് ചെയ്യാതെ 50 പേര് നിന്നില്ലേ പകുതി ആളുകൾ? ആ 50
100% വരുന്ന ആളുകളിൽ പകുതി ആളുകൾ ചിന്തിച്ചു, പടച്ചോനെ മണ്ടത്തരം പറ്റിപ്പോയല്ലോ, സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അപ്പോഴേ അങ്ങ് സുജൂദ് ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന കുറ്റബോധമുണ്ടായവർ കാഫിറായിട്ട് ജനിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈമാൻ കൊടുത്ത അല്ലാഹു തആല മുഅ്മിനായി മരിപ്പിക്കുമെന്ന് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അവരാണ് ഇവോൺ റിഡ്ലി, ഈദർ മാത്യൂസ്, കേശീസ് ക്ലേ എന്ന മുഹമ്മദ് അലി, കമലാ സുറൈ എന്ന മാധവിക്കുട്ടി, ഫാത്തിമ ശബരിമല എന്ന നമ്മുടെ സഹോദരി, ഇങ്ങനെ അടക്കമുള്ള എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവർ ആലമുൽ അർവാഹിൽ വെച്ച് ആദ്യ സുജൂദ് ഒഴിവാക്കിയിട്ട് രണ്ടാമത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധത്തിൽ നിന്നുടലെടുത്ത ആ സുജൂദ് ചെയ്തവരാണ്. അവര് കാഫിറായിട്ട് ജനിച്ചു, പക്ഷേ മോമിനായിട്ട് അവർക്ക് മരിക്കാൻ കഴിഞ്ഞു. അള്ളാഹു നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. എന്നാൽ യാതൊരു കുറ്റബോധവുമില്ലാതെ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യാത്തത് തന്നെ, ഞങ്ങൾക്കതിൽ കുറ്റബോധങ്ങളൊന്നുമില്ല, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യാത്തതാണ് എന്ന ദുർവാശിയോടെ സുജൂദ് ചെയ്യാതെ മാറി നിന്ന ആ വിഭാഗത്തിൽ പകുതി ആളുകൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വാദിച്ചവർ യൂലദു കാഫിറ യമൂതു കാഫിറ, അവർ ജനിക്കുന്നതും കാഫിറായി മരിക്കുന്നതും കാഫിറായിട്ടാണ്. സഹോദരങ്ങളെ, അതാണ് പറഞ്ഞത്, പടച്ചവനോട് കൊടുത്ത ഷഹാദത്തിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർത്താൽ നമ്മുടെ റബ്ബ് അധികാരമല്ല, നമ്മുടെ റബ്ബ് സമ്പത്തല്ല, നമ്മുടെ റബ്ബ് ആരോഗ്യമല്ല, നമ്മുടെ റബ്ബ് എന്ന് പറയുന്നത് നമ്മളല്ല, നമ്മുടെ ശരീരേച്ഛയല്ല, അല്ലാഹു ആണ് നമ്മുടെ റബ്ബ്. നമുക്ക് സമ്പത്ത് വൻ റാസിക്കായ അവനാണ്, അവന്റെ കയ്യിലാണ് മാലിക്കായ അവന്റെ കയ്യിലാണ് സർവ്വതുമുള്ളത്. അവനാണ് നമ്മുടെ സൃഷ്ടാവ് ഖാലിഖ്, അവനാണ് മുഹി, അവനാണ് മുമീത്ത്. ഇതെല്ലാം വിശ്വസിക്കുന്ന ഒരാൾ ഓം എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദര സമുദായം പറയുന്ന ഓം, ആ ഊമ എന്ന 3 അക്ഷരങ്ങളാണ്. ആ എന്ന് പറഞ്ഞാൽ അജയ്യൻ, ഊ എന്ന് പറഞ്ഞാൽ ഉദ്ധാരകൻ, മാ എന്ന് പറഞ്ഞാൽ മരിപ്പിക്കുന്നവൻ. ആ ഊമ എന്ന 3 അക്ഷരങ്ങളുടെ സംജ്ഞയാണ് സംസ്കൃതത്തിൽ ഓം എന്ന് പറയുന്നത്. ഔം എന്നാണ്. ആ ഓം എന്ന് പറയുന്നത് അജയ്യൻ, ഉദ്ധാരകൻ, മരിപ്പിക്കുന്നവൻ എന്നാണ്. മുഹി, ഖാലിഖ്, മുമീത്ത്, അതാണ് പടച്ച തമ്പുരാൻ. ഈ ഷഹാദത്തിൽ വെള്ളം ചേർത്തവർ വമൻ അള്ലം, യവനേക്കാൾ അക്രമി ആരുണ്ട്? കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, പള്ളിയിൽ പ്രശ്നമുണ്ടാക്കുന്നവർ, പള്ളിയിൽ നജസ് കടന്നാൽ എടുത്തു മാറ്റാത്തവർ, പള്ളിയിൽ ഇബാദത്തിന് തടസ്സം നിൽക്കുന്നവർ, അവനാണ് ഏറ്റവും വലിയ അക്രമി. അതേ അധ്യായം 2 പറഞ്ഞു, അള്ളാഹുവിന് കൊടുത്ത ഷഹാദത്തിൽ വെള്ളം ചേർക്കുന്നവനാണ്. അള്ളാഹു നമ്മളെ ആ അപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് അവന് വേണ്ടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.